വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിശ്വ ടീച്ചിങ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടായാലും കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഈസ് കോറിലേഷൻ? എന്താണ് കോറിലേഷൻ എന്ന് പറയുന്നത്? നോക്കിക്കേ, ദ ടേം കോറിലേഷൻ റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എനി ടു ഓർ മോർ വേരിയബിൾസ്. ഏതെങ്കിലും രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോറിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നോക്കിക്കേ, correlation is a statistical technique which measures and analyzes the degree or extent to which two or more variables changes with their references to one another. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കോറിലേഷൻ എന്ന് പറഞ്ഞത് രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നല്ലേ. ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നത് മറ്റേ വേരിയബിളിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അപ്പോൾ അത് മെഷർ ചെയ്യുകയും അനലൈസ് ചെയ്യാനുമുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്? കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോറിലേഷൻ ഒരു എക്സാമ്പിൾ വെച്ച് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇഫ് ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഫാൾസ് ദ ഡിമാൻഡ് ഫോർ ഇറ്റ് റൈസസ്. നോക്കിക്കേ, നമ്മൾ പ്ലസ് ടുവിന് എക്കണോമിക്സിന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയുകയാണ് എങ്കിൽ, വില കുറയുകയാണ് എങ്കിൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഡിമാൻഡ് കൂടുന്നു അല്ലേ. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിന് വില കുറവ് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു? ആളുകളെല്ലാം ആ ഒരു പ്രൊഡക്റ്റ് ചെന്ന് വാങ്ങും ഇല്ലേ. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടും. ഓക്കെ, അതുപോലെ തന്നെ ആൻഡ് ഇഫ് പ്രൈസ് റൈസസ് ഡിമാൻഡ് ഫാൾസ്. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കമോഡിറ്റിയുടെ പ്രൈസ് കൂടുകയാണ് എങ്കിൽ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ട് അതിൻ്റെ ഡിമാൻഡ് കുറയുന്നത് അല്ലേ. അതായത് പ്രൈസ് കൂടിയ വില കൂടിയ സാധനം വാങ്ങുന്നതിനേക്കാളും നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? വില കുറഞ്ഞ സാധനത്തിനായിരിക്കും അല്ലേ. അപ്പോൾ വില കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഡിമാൻഡ് കുറയുന്നു. അതുകൊണ്ട് തന്നെ നോക്കിയത് ദർ ഈസ് എ കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് പ്രൈസസ് ആൻഡ് ഡിമാൻഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് വേരിയബിൾസ്, അതായത് പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്ന ഈ ഒരു രണ്ട് വേരിയബിൾസ് തമ്മിൽ എന്തുണ്ട്? ഒരു കോറിലേഷൻ ഉണ്ട് അല്ലേ. അതായത് പ്രൈസ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് കൂടുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു അല്ലേ. നോക്കിക്കേ, കോറിലേഷൻ്റെ ഒരു കുട്ടി ഡെഫിനേഷൻ ആണ്. നോക്കിക്കേ, അക്കോർഡിംഗ് ടു AM ടട്ടിൽ കോറിലേഷൻ ഇസ് ആൻ അനാലിസിസ് ഓഫ് ദ കോവേരിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. നമ്മൾ ആദ്യം ആ ഒരു മീനിങ്ങിൽ പഠിച്ച കാര്യം തന്നെയാണ് ഈ ഒരു ഡെഫിനേഷനിലും വരുന്നത്. അതായത് കോറിലേഷൻ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള കോവേരിയേഷൻ്റെ ഒരു അനാലിസിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഈസ് എ സ്കാറ്റേർഡ് ഡയഗ്രാം? എന്താണ് സ്കാറ്റേർഡ് ഡയഗ്രാം എന്നുള്ളത്? അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് കോറിലേഷൻ. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തേതാണ് ഗ്രാഫിക് മെത്തേഡ്, രണ്ടാമത്തേത് ഓൾജിബ്രാക് മെത്തേഡ്. എന്തൊക്കെ മെത്തേഡ്സ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ഗ്രാഫിക് മെത്തേഡ് എന്നും ഓൾജിബ്രിക് മെത്തേഡ് എന്നും. ഇനി ഈ ഗ്രാഫിക് മെത്തേഡിനെ എഗെയിൻ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ സ്കാറ്റേർഡ് ഡയഗ്രാം നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. സ്കാറ്റേർഡ് ഡയഗ്രാമും അതുപോലെ തന്നെ കോറിലേഷൻ ഗ്രാഫും. എന്തൊക്കെയാണ്? സ്കാറ്റേർഡ് ഡയഗ്രാമും കോറിലേഷൻ ഗ്രാഫും. അതുപോലെ തന്നെ നമ്മൾ ഓൾജിബ്രൈക് മെത്തേഡിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കാർൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, സ്പിയർമെൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ്, കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് ആൻഡ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. അപ്പോൾ ഈ ഒരു കാർൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ അതുപോലെ തന്നെ സ്പിയർമെൻസിൻ്റെയും നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ, അതായത് ഫോർത്ത് മെത്തേഡായിട്ടുള്ള മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ നമ്മുടെ സിലബസിലില്ല. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ബാക്കി മൂന്ന് മെത്തേഡ്സ്, അതായത് കാർൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ അതുപോലെ തന്നെ സ്പിയർമെൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ്, കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കിക്കേ, എന്താണ് സ്കാറ്റേർഡ് ഡയഗ്രാം എന്ന് പറയുന്നത്? നോക്കിക്കേ, Scatter diagram is a graphic method of finding out correlation between two variables. This is the simplest method of finding out the relationship between two variables. നോക്കി, ഈ ഒരു സ്കാറ്റേർഡ് ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രാഫിക് മെത്തേഡാണ് അല്ലേ. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഗ്രാഫിക് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? സ്കാറ്റേർഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള മെത്തേഡ്, സിംപ്ലസ്റ്റ് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സ്കാറ്റേർഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോക്കിക്കേ, ഇൻ ദിസ് മെത്തേഡ് ഗിവൺ ഡേറ്റ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ് പേപ്പർ ഇൻ ദ ഫോം ഓഫ് ഡോട്ട്സ്. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയെ ഗ്രാഫ് പേപ്പറിൽ ഡോട്ടുകളുടെ ഫോമിലായിരിക്കും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഈസ് എ കോറിലേഷൻ ഗ്രാഫ്? എന്താണ് കോറിലേഷൻ ഗ്രാഫ്?
നോക്കി എന്താണ് കോറിലേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്? കോറിലേഷൻ ക്യാൻ ഓൾസോ ബി ഡിറ്റർമൈൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോറിലേഷൻ ഗ്രാഫ്. കോറിലേഷൻ നമുക്ക് കോറിലേഷൻ ഗ്രാഫിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും അല്ലേ? ദിസ് ഗ്രാഫ് ഗീവ്സ് എ വിഷ്വൽ സ്റ്റഡി ഓഫ് ദ കോറിലേഷൻ. നമുക്ക് കോറിലേഷൻ്റെ ഒരു വിഷ്വൽ സ്റ്റഡിയാണ് ഈ ഒരു ഗ്രാഫ് തരുന്നത് അല്ലേ? ആൻഡ് ഡസ് നോട്ട് ഗീവ് ദ എക്സാക്ട് ഡിഗ്രി ഓഫ് കോറിലേഷൻ. പക്ഷേ കോറിലേഷൻ്റെ എക്സാക്ട് ഡിഗ്രി ഇത് തരുന്നുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വിഷ്വൽ സ്റ്റഡി ഒരു കോറിലേഷൻ ഗ്രാഫ് നൽകുന്നുണ്ട് അല്ലേ? Okay, under this study, two curves are drawn by making the year or place on x-axis and the values of both correlated variables on y-axis. അതായത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ രണ്ട് കേർവ്സ് ആയിരിക്കും വരയ്ക്കുന്നത്. അതായത് എക്സ് ആക്സിസിൽ പ്ലേസ് അഥവാ ഇയർ, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ എക്സ് ആക്സിസിൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ നോക്കിക്കുക, അതിൻ്റെ വാല്യൂ നമ്മൾ എവിടെ കൊടുക്കുന്നു? ആ ഒരു വേരിയബിൾസിൻ്റെ വാല്യൂ നമ്മൾ വൈ ആക്സിസിൽ കൊടുക്കുന്നു. നോക്കിക്കേ, ദ നേച്ചർ ഓഫ് കോറിലേഷൻ ഈസ് ജഡ്ജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദീസ് കേർവ്സ് ഇൻ ദ ഫോളോയിങ് വേസ്. അപ്പോൾ ഈ ഒരു കോറിലേഷൻ നമ്മൾ, അതായത് ആ ഒരു കോറിലേഷൻ്റെ നേച്ചർ നമ്മൾ എങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യുന്നത്? ഈ ഒരു കേർവ്സിൻ്റെ ആ ഒരു ഡയറക്ഷൻ അനുസരിച്ചായിരിക്കും നമ്മളിത് ജഡ്ജ് ചെയ്യുന്നത്. നോക്കിക്കേ, if the two curves moves up or down in the same direction, then they have a positive correlation. അതായത് ഈ ഒരു രണ്ട് കേർവ്സ് ഒന്നുകിൽ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് ഒരേ ഡയറക്ഷനിൽ പോവുകയാണ് എങ്കിൽ, സെയിം ഡയറക്ഷനിലാണ് ഈ രണ്ട് കേർവ്സ് പോകുന്നത് എങ്കിൽ അവിടെ പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ നോക്കിക്കേ, ഇഫ് ദ ടു കേർവ്സ് മൂവ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദെൻ ദേ ഹാവ് എ നെഗറ്റീവ് കോറിലേഷൻ. ഈ ഒരു രണ്ട് കേർവ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുകയാണ് എങ്കിൽ അവിടെ എന്തായിരിക്കും? നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യം പഠിച്ച പോയിന്റ് എന്തുവാണ്? ഈ ഒരു രണ്ട് കേർവ്സ് സെയിം ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ, രണ്ട് കേർവ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നെഗറ്റീവ് കോറിലേഷൻ അല്ലേ? If the two curves shows irregular fluctuations or no similarity, then there may be absence of correlation or a low degree of correlation. ഈ ഒരു രണ്ട് കേർവ്സും ഇറഗുലർ ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് അല്ല എങ്കിൽ, ഒരു സിമിലാരിറ്റിയും കാണിക്കുന്നില്ല എങ്കിൽ അവിടെ എന്തായിരിക്കും? ലോ ഡിഗ്രി ഓഫ് കോറിലേഷൻ അല്ല എങ്കിൽ ആബ്സെൻസ് ഓഫ് കോറിലേഷൻ ആയിരിക്കും അവിടെ ഉള്ളത്. Okay, next question. What is Karl Pearson's coefficient of correlation? എന്താണ് Karl Pearson's of coefficient of correlation എന്ന് പറയുന്നത് അല്ലേ? Okay, it is a quantitative method of measuring correlation between two or more variables. അപ്പോൾ ഈ ഒരു Karl Pearson's coefficient of correlation എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ആണ് അല്ലേ? രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? Karl Pearson's coefficient of correlation എന്ന് പറയുന്നത്. This method has been devised by Professor Karl Pearson and after his name it is known as Pearson's coefficient of correlation. അതായത് ഈ ഒരു മെത്തേഡ് കണ്ടുപിടിച്ചത് ആരാണ്? പ്രൊഫസർ കാൾ പിയേഴ്സൺ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പകുതി കൂടി ഈ ഒരു മെത്തേഡിൻ്റെ കൂടെ വരികയാണ് അല്ലേ? പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. Okay, this method is the most widely used measure for determining the nature and degree of correlation. അതായത് കോറിലേഷൻ്റെ നേച്ചറും ഡിഗ്രിയും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. It is also called a product moment correlation coefficient. ഈ ഒരു മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് product moment correlation coefficient. നോക്കിയേ, മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പ്രോബബിൾ എറർ? എന്താണ് പ്രോബബിൾ എറർ? നോക്കിക്കേ, ടു ടെസ്റ്റ് ദ റിലയബിലിറ്റി ഓഫ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് പ്രോബബിൾ എറർ ഈസ് യൂസ്ഡ്. നോക്കിക്കേ, നമ്മൾ എന്തിനാണ് ഈ ഒരു പ്രോബബിൾ എറർ ഉപയോഗിക്കുന്നത്? കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ റിലയബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രോബബിൾ എറർ യൂസ് ചെയ്യുന്നത്. ആസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് കമ്പ്യൂട്ടർ ഫ്രം സാമ്പിൾ ഇറ്റ് ഈസ് സബ്ജക്ട് ടു എറേഴ്സ് ഓഫ് സാമ്പിളിങ്. അതായത് നമ്മൾ ഈ ഒരു കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത് സാമ്പിളുകളിൽ നിന്നായതുകൊണ്ട് തന്നെ എന്താണ് ഇത്? സാമ്പിളിങ് എറേഴ്സ് അല്ലെങ്കിൽ എറേഴ്സ് ഓഫ് സാമ്പിളിങ്ങിന് വിധേയമാണ് അല്ലേ? പ്രോബബിൾ എറർ ഇസ് വെരി യൂസ്ഫുൾ ഫോർ ദ ഇൻ്റർപ്രിറ്റേഷൻസ് ഓഫ് ദ റിസൾട്ട്. അതായത് ഈ ഒരു കോറിലേഷൻ കോഎഫിഷ്യന്റിൽ നിന്ന് ലഭിക്കുന്ന റിസൾട്ടുകളുടെ ഇൻ്റർപ്രിറ്റേഷന് ഈ ഒരു പ്രോബബിൾ എറർ വളരെ യൂസ്ഫുൾ ആണ്. നോക്കിയേ, ഈ ഒരു പ്രോബബിൾ എററിൻ്റെ ഇക്വേഷനാണ് താഴെ തന്നിരിക്കുന്നത്. നോക്കിക്കേ, പ്രോബബിൾ എറർ അതായത് PE = 0.6745 ഇൻറ്റു 1 - r² ഡിവൈഡ് ബൈ √n. നോക്കിക്കേ, അതിൽ നമുക്ക് ഡൗട്ട് വരുന്നത് R മാത്രമാണ് അല്ലേ? ആറും എന്നും ഡൗട്ട് വരും അല്ലേ? R എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനാണ് നമ്മൾ R കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ N എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ്. അതായത് എത്ര എണ്ണമുണ്ട്, ആ ഒരു എണ്ണത്തെയാണ് N സൂചിപ്പിക്കുന്നത്. R എന്തിനെയാണ്? R എന്ന് പറയുന്നത് കോറിലേഷൻ ഓഫ് കോഎഫിഷ്യന്റ് ആണ്. അതുപോലെ തന്നെ ഈ 0.6745 എല്ലാത്തിനും കോമൺ ആണ്. ഓക്കെ,
നോക്കിക്കേ, എന്താണ് സ്പിയർമെൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഓർ റാങ്ക് മെത്തേഡ്? വാട്ട് ഈസ് എ റാങ്ക് മെത്തേഡ് എന്ന് ചോദിച്ചാലും ഈ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. നോക്കിക്കേ, ദിസ് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ ചാൾസ് എഡ്വേർഡ് സ്പിയർമെൻ, എ ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ഇൻ 1904. 1904 ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് എഡ്വേർഡ് സ്പിയർമെൻ ആണ് ഈ ഒരു സ്പിയർമെൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. ദിസ് മെത്തേഡ് ഈസ് അപ്ലൈഡ് വെൻ വി ഡീൽ വിത്ത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ബ്യൂട്ടി, ഇൻ്റലിജൻസ്, ഓണസ്റ്റി എക്സെട്ര. അതായത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ബ്യൂട്ടി, ഇൻ്റലിജൻസ്, ഓണസ്റ്റി ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു സ്പിയർമെൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് കോറിലേഷൻ ഈസ് മെഷേർഡ് ഓൺ ദ ബേസിസ് ഓഫ് റാങ്ക്സ് റാദർ ദാൻ ദ ഒറിജിനൽ വാല്യൂസ് ഓഫ് ദ വേരിയബിൾ. അതായത് ആ ഒരു വേരിയബിളിൻ്റെ ഒറിജിനൽ വാല്യൂവിനെ നോക്കാതെ നമ്മളിവിടെ നമ്മളെന്താണ് ഇവിടെ എടുക്കുന്നത്? റാങ്കുകളായിരിക്കും. അതായത് റാങ്ക് 1, റാങ്ക് 2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൻ്റെ ബേസിസിലായിരിക്കും ഈ ഒരു കോറിലേഷൻ മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നോക്കിക്കേ, ദ വാല്യൂ ഓഫ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഓൾവേസ് ലൈസ് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് +1. അതായത് -1 അതുപോലെ തന്നെ +1 ഇടയിലായിരിക്കും എപ്പോഴും ഈ ഒരു കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് നിൽക്കുന്നത്. ഈ ഒരു റാങ്ക് കോറിലേഷൻ്റെ 3 മെത്തേഡ്സ്, അതായത് 3 കേസസ് വരുന്നുണ്ട്. ആ ഒരു ഓരോ കേസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇമ്പോർട്ടൻ്റ് 5 or 8 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, യൂട്ടിലിറ്റീസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എ കോറിലേഷൻ. നോക്കിക്കേ, അറ്റ്ലീസ്റ്റ് ഒരു 8 പോയിന്റ്സ് എങ്കിലും പഠിച്ചിരിക്കണം. നോക്കിക്കേ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോറിലേഷൻ അനാലിസിസ് we can measure the degree of relationship between different variables such as price and demand, income and expenditure, price and supply, advertising expenditures and sales, rainfall and crop yield etc. നോക്കിക്കേ, ഈ ഒരു കോറിലേഷൻ അനാലിസിസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് സാധിക്കും? വിവിധ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? മെഷർ ചെയ്യാൻ സാധിക്കുന്നു അല്ലേ? അതായത് പ്രൈസും ഡിമാൻഡും അതുപോലെ തന്നെ ഇൻകം, എക്സ്പെൻഡിച്ചർ ഇത്തരത്തിലുള്ള വിവിധ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് നമുക്ക് മെഷർ ചെയ്യാൻ ആരുടെ സഹായത്തോടു കൂടി സാധിക്കുന്നു? കോറിലേഷൻ അനാലിസിസിൻ്റെ ഹെൽപ്പോടുകൂടി സാധിക്കുന്നു. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡെവലപ്പിംഗ് ദ കൺസെപ്റ്റ് ഓഫ് റിഗ്രഷൻ ടെക്നിക്ക്. റിഗ്രഷൻ ടെക്നിക്ക് എന്ന ആ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഈ ഒരു കോറിലേഷൻ അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തേർഡ് പോയിന്റ് നോക്കി, ഇറ്റ് ഈസ് എ പവർഫുൾ ടെക്നിക് ഇൻ ദ ഹാൻഡ് ഓഫ് എക്കണോമിസ്റ്റ്. ഇതെന്ന് പറയുന്നത് എക്കണോമിസ്റ്റിന്റെ കയ്യിലുള്ള ഒരു പവർഫുൾ ടെക്നിക്കാണ് അല്ലേ? എങ്ങനെയാണ് ഇതൊരു പവർഫുൾ ടെക്നിക്കാണെന്ന് നോക്കിക്കേ, ആൻ എക്കണോമിസ്റ്റ് സ്പെസിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയബിൾസ് ലൈക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, മണി സപ്ലൈ ആൻഡ് പ്രൈസ് ലെവൽ ബൈ വേ ഓഫ് കോറിലേഷൻ. അതായത് ഡിമാൻഡും സപ്ലൈയും അതുപോലെ തന്നെ മണി സപ്ലൈ, പ്രൈസ് ലെവൽ ഇങ്ങനെയുള്ള വിവിധ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്കണോമിസ്റ്റ് സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? കോറിലേഷൻ വഴിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് കോറിലേഷൻ എന്ന് പറയുന്നത് എക്കണോമിസ്റ്റിൻ്റെ കയ്യിലുള്ള ഒരു പവർഫുൾ ടെക്നിക് ആണ് എന്ന്. Next, okay, in business, a trader makes the estimation of cost, sale, profit, price, etc. with the help of correlation and make appropriate plans. ബിസിനസ്സിലാണ് എങ്കിൽ ട്രേഡർ അതായത് അയാളുടെ കോസ്റ്റ്, സെയിൽ, പ്രോഫിറ്റ്, പ്രൈസ് ഇങ്ങനെയുള്ള എസ്റ്റിമേഷൻസ് നടത്തുന്നത് കോറിലേഷൻ്റെ സഹായത്തോടു കൂടിയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു കോറിലേഷൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് അവർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലാൻസുകളും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോറിലേഷൻ അനാലിസിസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ക്യാൻ ബി വെരിഫൈഡ് ആൻഡ് ടെസ്റ്റ് ഫോർ സിഗ്നിഫിക്കൻസ്. ദ എഫക്ട് ഓഫ് കോറിലേഷൻ ഈസ് ടു റെഡ്യൂസ് ദ ചേഞ്ച് ഓഫ് അൺസർട്ടനിറ്റി ഓഫ് അവർ പ്രെഡിക്ഷൻസ്. അതായത് നോക്കിക്കേ, ഈ ഒരു കോറിലേഷൻ അനാലിസിസിൻ്റെ സഹായത്തോടു കൂടി നമുക്കറിയാം, അതായത് വിവിധ വേരിയബിൾസിൻ്റെ എന്ത് ചെയ്യുന്നു? റിലേഷൻഷിപ്പ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു കോറിലേഷൻ്റെ എഫക്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, നമ്മൾ നടത്തുന്ന പ്രെഡിക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് അൺസർട്ടൻ ആണ് അല്ലേ? അത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള അൺസർട്ടനിറ്റിയുടെ റേഞ്ച് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു കോറിലേഷൻ്റെ എഫക്ട് എന്ന് പറയുന്നത് അല്ലേ? Next, okay, it is used in presenting the average relationship between any two variables through a single value of coefficient of correlation. അതായത് ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ സിംഗിൾ വാല്യൂ വഴി എന്താണ് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ആവറേജ് റിലേഷൻഷിപ്പ് നമുക്ക് ഇത് ഉപയോഗിച്ച്, അതായത് ഈ ഒരു കോറിലേഷൻ അനാലിസിസ് യൂസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സാമ്പിളിംഗ് എറർ ക്യാൻ ഓൾസോ ബി കാൽക്കുലേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോറിലേഷൻ ടെക്നിക്ക്. കോറിലേഷൻ ടെക്നിക്കിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് സാമ്പിളിംഗ് എറേഴ്സ് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്? കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ? ഇൻ ഫിസിക്കൽ സയൻസ് ആൻഡ് ഫിലോസഫി ഓൾസോ ദ മെത്തേഡ് ഓഫ് കോറിലേഷൻ ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ മെഷറിംഗ് ദ പ്രോഗ്രസ് ഇൻ ദ റെസ്പെക്റ്റീവ് ലൈൻസ്. അതായത് ഫിസിക്കൽ സയൻസിലും ഫിലോസഫിയിലും ഒക്കെ നമ്മൾ ഈ ഒരു കോറിലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ടെക്നിക് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ടു മേക്ക് അനാലിസിസ്, ഡ്രോയിങ് കൺക്ലൂഷൻസ് എക്സെട്ര ഇൻ ദ റിസർച്ച് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. അതായത്
സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ റിസർച്ചിലൊക്കെ നമ്മൾ അതായത് കൺക്ലൂഷൻ ഡ്രോ ചെയ്യാനും അതുപോലെ തന്നെ അനാലിസിസ് നടത്താനും ഒക്കെ ഈ ഒരു കോറിലേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ്. നോക്കിയാൽ പ്രധാനമായിട്ടും 4 തരത്തിലാണ് കോറിലേഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. കേട്ടോ, പോസിറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നെഗറ്റീവ് വന്നല്ലേ. നെക്സ്റ്റ് നോക്കിയാൽ സിമ്പിൾ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ, പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ. കേട്ടോ, പെർഫെക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇംപെർഫെക്റ്റ്. അതുപോലെ തന്നെ നോക്കിയാൽ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ലീനിയർ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നിങ്ങൾ ഓർക്കാൻ വേണ്ടി പ്രധാനമായിട്ട് ഈ ഒരു 4 പേരുകൾ, അതായത് പോസിറ്റീവ്, സിമ്പിൾ, പെർഫെക്റ്റ്, ലീനിയർ, ഈ ഒരു 4 പേരുകൾ ഓർത്ത് വെക്കുക. പിന്നെ അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, നെഗറ്റീവ്. അതുപോലെ തന്നെ സിമ്പിള്, പാർഷ്യല്, മൾട്ടിപ്പിള്. അതുപോലെ തന്നെ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഏതാണ്, ഇംപെർഫെക്റ്റ്. ലീനിയർ എന്ന് പറയുമ്പോൾ നോൺ ലീനിയർ കോറിലേഷൻ. ഓക്കെ, നോക്കിയേ എന്താണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. A positive correlation is one where the value of both the variables under study moves in the same direction. അതായത് നമ്മുടെ സ്റ്റഡിയുടെ കീഴിൽ, അതായത് നമ്മുടെ പഠനത്തിന് കീഴിലുള്ള 2 വേരിയബിൾസിൻ്റെയും വാല്യൂ മൂവ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണ് എങ്കിൽ അതെന്താണ്, പോസിറ്റീവ് കോറിലേഷൻ ആണ്. ദാറ്റ് മീൻസ് വെൻ ആൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഇസ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. അതായത് ഒരു വേരിയബിളിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്, കൂടുന്നത് മറ്റൊരു വേരിയബിളിന്റെ വാല്യൂ കൂടുന്നത് കൊണ്ടാണ് എങ്കിൽ അതെന്താണ്, പോസിറ്റീവ് കോറിലേഷൻ ആണ് അല്ലേ. ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. അതായത് നമ്മൾ ഈ ഇൻക്രീസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു ഡിക്രീസിന്റെ കാര്യം. അതായത് ഒരു വേരിയബിളിന്റെ വാല്യൂ കുറയുന്നത് മറ്റൊരു വേരിയബിളിന്റെ വാല്യൂ കുറയുന്നത് കൊണ്ടാണ് എങ്കിൽ the correlation is said to be positive. Okay, ഇവിടെ ഈ ഒരു ഇൻക്രീസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഡിക്രീസിന്റെ കാര്യം അഗൈൻ പറയണം എന്നില്ല. പകരം എന്ത് ചെയ്താൽ മതി, വൈസ് വേഴ്സ എന്ന് ഇട്ട ശേഷം എന്ത് ചെയ്താൽ മതി, the correlation is said to be positive എന്ന് പറഞ്ഞ ശേഷം അതിന്റെ എക്സാമ്പിൾസ് എഴുതിയാൽ മതി. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ഡിമാൻഡ് ആൻഡ് പ്രൈസ്, അതുപോലെ തന്നെ പ്രൈസ് ആൻഡ് സപ്ലൈ, അഡ്വർടൈസ്മെന്റ് ആൻഡ് സെയിൽസ്, ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് കോറിലേഷൻ. നോക്കിക്കേ, a negative correlation is one where the value of both the variable under study moves in the opposite direction. അതായത് നമ്മുടെ സ്റ്റഡിയുടെ കീഴിലുള്ള 2 വേരിയബിൾസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അതെന്താണ്, നെഗറ്റീവ് കോറിലേഷൻ ആണ്. ദാറ്റ് മീൻസ് when an increase in the value of one variable is followed by a decrease in the value of the other, or a decrease in the value of one is followed by an increase in the value of other, it is called a negative correlation. അതായത് ഒരു വേരിയബിളിന്റെ വാല്യൂ കൂടുന്നത് മറ്റൊരു വേരിയബിളിന്റെ വാല്യൂ കുറയുന്നത് കൊണ്ടാണ് എങ്കിൽ, അതുപോലെ തന്നെ എന്താണ്, ഒരു വേരിയബിളിന്റെ വാല്യൂ കുറയുന്നത് മറ്റൊരു വേരിയബിളിന്റെ വാല്യൂ കൂടുന്നത് കൊണ്ടാണ് എങ്കിൽ അതെന്താണ്, നെഗറ്റീവ് കോറിലേഷൻ ആണ്. അതായത് പ്രൈസും ഡിമാൻഡും പോലെ, അതായത് പ്രൈസ് കുറയുമ്പോഴല്ലേ ഡിമാൻഡ് കൂടുന്നത്, അതുപോലെ തന്നെ സപ്ലൈ ആൻഡ് പ്രൈസ്, അതായത് പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, സപ്ലൈ കുറയുന്നു. അങ്ങനെയുള്ള ഓരോ കാര്യം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ്, ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. നോക്കി, ഇവിടെ പോസിറ്റീവ് കോറിലേഷന്റെ നെഗറ്റീവ് കോറിലേഷന്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. പോസിറ്റീവ് കോറിലേഷൻ എപ്പോഴും ഒരു അപ്വേർഡ് കർവിലായിരിക്കും, എപ്പോഴും മുകളിലേക്കായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഡൗൺവേർഡിലായിരിക്കും ആ ഒരു ഗ്രാഫ് പോകുന്നത്. ഓക്കെ, അതായത് ഡൗൺവേർഡ് കർവ് ആയിരിക്കും, അതൊന്ന് നോട്ട് ചെയ്യുക. അതായത് പോസിറ്റീവ് കോറിലേഷൻ ആണ് എങ്കിൽ അപ്വേർഡ് കർവും, അതുപോലെ തന്നെ നെഗറ്റീവ് കോറിലേഷൻ ആണ് എങ്കിൽ ഡൗൺവേർഡ് കർവും ആയിരിക്കും. നെക്സ്റ്റ് ആണ് സിമ്പിൾ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. നോക്കി, അതിൽ ആദ്യത്തെയാണ് സിമ്പിൾ കോറിലേഷൻ. നോക്കിക്കേ, when we study the relationship between 2 variables only, then it is called a simple correlation. അതായത് നമ്മൾ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് സ്റ്റഡി ചെയ്യുന്നത് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നു. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്, ഇൻകം ആൻഡ് സേവിങ്. അതായത് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ. അതായത് എന്താണ്, നമ്മൾ ആ ഒരു 2 വേരിയബിൾസ് മാത്രമല്ലേ ഇവിടെ പഠിക്കുന്നുള്ളൂ, പ്രൈസ്, ഡിമാൻഡ്, അങ്ങനെ 2 വേരിയബിൾസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇൻകം ആൻഡ് സേവിങ്സിൻ്റെ കേസിലാണെങ്കിൽ ഇൻകം സേവിങ് 2 വേരിയബിൾ അല്ലേ ഉള്ളൂ. അപ്പോൾ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പാർഷ്യൽ കോറിലേഷൻ. നോക്കിക്കേ, when 3 or more variables are taken but relationship between any 2 of the variable is studied,
assuming other variable as constant, then it is called a partial correlation. അതായത് നമ്മൾ മൂന്നോ അതിലധികമോ വേരിയബിൾസ് ഇവിടെ പഠിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് എത്ര മാത്രമാണ്? രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള വേരിയബിൾ, അതായത് റിലേഷൻഷിപ്പ് മാത്രമായിരിക്കും നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ആ മൂന്നാമത് എടുത്ത വേരിയബിളെ നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യുകയാണ്? ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അതായത് അതിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മൂന്ന് വേരിയബിൾസ് ഇവിടെ പഠിക്കാൻ എടുക്കുകയാണ് എങ്കിൽ അവിടെ എത്ര വേരിയബിൾ മാത്രമായിരിക്കും നമ്മൾ ശരിക്കും പഠിക്കുന്നത്? രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തെ വേരിയബിളിനെ അല്ലെങ്കിൽ അതിലധികം വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത്. Suppose under constant temperature we study the relationship between the amount of rainfall and yield of rice, then this will be called a partial correlation. അതായത് ഇവിടെ നമ്മൾ മൂന്ന് വേരിയബിൾസ് എടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, അതുപോലെ തന്നെ റെയിൻഫോൾ, റൈസ്. ഇവിടെ നമ്മൾ ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആയി എടുത്തുകൊണ്ട് തന്നെ നമ്മൾ എന്തിൻ്റെയൊക്കെ, അതായത് റെയിൻഫോളിന്റെ എമൗണ്ടും അതുപോലെ തന്നെ റൈസിന്റെ ഈൽഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റഡികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് പോയിന്റ് ആണ് മൾട്ടിപ്പിൾ കോറിലേഷൻ. നോക്കിക്കേ, when we study the relationship among 3 or more variables at a time, then it is called a multiple correlation. അതായത് ഒരു സമയത്ത് തന്നെ നമ്മൾ മൂന്നിലധികം വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുകയാണ് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നു. If we study the relationship between rainfall, temperature and yield of rice, then it is called a multiple correlation. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ മൂന്ന് വേരിയബിൾസ് എടുക്കാം. നോക്കിക്കേ, ഇവിടെ റെയിൻഫോൾ, ടെമ്പറേച്ചർ, yield of rice. ഈ ഒരു മുകളിൽ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ഒന്നും കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നില്ല. മൂന്ന് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറ്റ് എ ടൈം, അതായത് ഒരേ സമയത്ത് തന്നെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കോറിലേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. നോക്കിക്കേ, എന്താണ് ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്? നോക്കിക്കേ, ഇഫ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ ടു വേരിയബിൾ ഇസ് യൂണിഫോം, ദ കോറിലേഷൻ ഇസ് സെഡ് ടു ബി ലീനിയർ. നോക്കിക്കേ, അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ചേഞ്ചിന്റെ റേഷ്യോ എന്ന് പറയുന്നത് യൂണിഫോം ആണ് എങ്കിൽ ആ ഒരു കോറിലേഷൻ നമ്മൾ എന്തെന്ന് പറയുന്നു? ലീനിയർ എന്ന് പറയുന്നു, ഇല്ലേ? നോക്കിക്കേ, ഇൻ അതർ വേർഡ്സ്, ഇഫ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട്, then they are said to be linearly correlated. അതായത് നമ്മളിവിടെ രണ്ട് വേരിയബിൾസ് എടുക്കുകയാണ്, എക്സും വൈയും. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതായത് അത് ചേഞ്ച് ചെയ്യുന്നതേ ഇല്ല. അതായത് അത് എത്രയാണോ ആ ചേഞ്ച് അത് തന്നെയാണ് തുടരുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ലീനിയർലി കോറിലേറ്റഡ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. നോക്കിക്കേ, when every time supply of a commodity increases by 10% as often as its price rises by 20%, then such two variables have a linear relationship. If the value of these two variables are plotted on a graph, all the points will lie on a straight line. അതായത് എപ്പോഴും ഒരു കമോഡിറ്റിയുടെ പ്രൈസ് 20% ഉയർത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കാറുണ്ട്? ആ ഒരു കമോഡിറ്റിയുടെ സപ്ലൈ 10% കൂടാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുകയാണ് എങ്കിൽ ഈ ഒരു രണ്ട് വേരിയബിൾസും തമ്മിൽ എന്തുണ്ട്? ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലേ? എപ്പോഴും എന്താണ്? 20% പ്രൈസ് കൂട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ആ ഒരു സപ്ലൈ 10% ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് വേരിയബിൾസ് നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുകയാണ് എങ്കിൽ എല്ലാ പോയിന്റ്സും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. If the ratio of changes between two variables is not constant but changing, correlation is said to be non-linear or curvilinear. നോക്കിക്കേ, അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റേഷ്യോ ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല എങ്കിൽ, അത് ചേഞ്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കോറിലേഷൻ നമുക്ക് എന്ത് പറയാം? നോൺ ലീനിയർ അല്ല എങ്കിൽ കർവിലീനിയർ എന്ന് പറയാം. അപ്പം അതിൻ്റെ എക്സാമ്പിൾ വരെ നോക്കിക്കേ, when every time price of a commodity rises by 10%, then sometimes its supply rises by 20%, sometimes by 10% and sometimes by 50%, then non-linear correlation exists between them. In case of non-linear correlation, values of the variables plotted on a graph will give a curve of any direction. ഇവിടെ പറയുന്ന എക്സാമ്പിൾ നോക്കിക്കേ, നമ്മൾ ഒരു കമോഡിറ്റിയുടെ പ്രൈസ് എപ്പോഴും 10% കൂടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കാറുണ്ട്? ചില സമയത്ത് സപ്ലൈ 20%, 10%, 50% ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? കൂടുകയും കുറയുകയൊക്കെ ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇത് പോകുന്നത്? അല്ല, എപ്പോഴും ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലേ? ചിലപ്പോൾ 20, ചിലപ്പോൾ 10, ചിലപ്പോൾ 50 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോൺ ലീനിയർ കോറിലേഷൻ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് കർവ് ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് ആണ് പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ. ഓക്കെ, പെർഫെക്റ്റ് കോറിലേഷൻ എന്താണെന്ന്
correlation is said to be perfect when a change in one variable is always followed by corresponding proportional change in the other. നമുക്ക് ഇതിൽ പറഞ്ഞ എന്താണ്, ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് എപ്പോഴും മറ്റൊരു വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് ആനുപാതികമായിട്ടായിരിക്കും അല്ലേ. അത്തരത്തിലുള്ള കോറിലേഷനാണ് നമ്മൾ പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇഫ് ദിസ് ചേഞ്ച് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇറ്റ് ഈസ് സെഡ് ടു ബി പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആൻഡ് ഇഫ് ദിസ് ചേഞ്ച് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇറ്റ് ഈസ് സെഡ് ടു ബി പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ ഈ ഒരു പെർഫെക്റ്റ് കോറിലേഷനെ തന്നെ നമ്മൾ എഗൈൻ രണ്ടായിരത്തിരിക്കുന്നുണ്ട് അല്ലേ, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്നും പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്നും. അതായത് ഈ ഒരു എന്താണ് ചേഞ്ച് സെയിം ഡയറക്ഷനിലാണ് എങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷനും അതുപോലെ തന്നെ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എങ്കിൽ അത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനും ആയിരിക്കും. വാല്യൂ ഓഫ് പെർഫെക്റ്റ് കോറിലേഷൻ വിൽ ബി either പോസിറ്റീവ് 1 ഓർ നെഗറ്റീവ് 1. അതായത് പെർഫെക്റ്റ് കോറിലേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് 1 അല്ലെങ്കിൽ നെഗറ്റീവ് 1 ആയിരിക്കും. നെക്സ്റ്റ് ആണ് imperfect correlation. When the change in one variable is always followed by a corresponding change in the other variable but not in the same proportion, then the correlation is said to be imperfect or limited correlation. അതായത് ഒരു വേരിയബിള് മറ്റൊരു വേരിയബിള് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ചേഞ്ച് ചെയ്യുന്നത്, പക്ഷെ സെയിം പ്രപ്പോർഷൻ അല്ല, അതായത് ഒരേ അനുപാതത്തിലല്ല എങ്കിൽ അത്തരത്തിലുള്ള കോറിലേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇംപെർഫെക്റ്റ് അല്ലെങ്കിൽ ലിമിറ്റഡ് കോറിലേഷൻ എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ വിൽ ബി ഇൻ ബിറ്റ്വീൻ പോസിറ്റീവ് 1 ആൻഡ് നെഗറ്റീവ് 1. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈ ഒരു ഇംപെർഫെക്റ്റ് കോറിലേഷൻ്റെ എന്താണ് വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് 1 നെഗറ്റീവ് 1 ആയിരിക്കും അല്ലേ. സിമിലർലി ഇംപെർഫെക്റ്റ് കോറിലേഷൻ ക്യാൻ either ബി ഓഫ് ഇംപെർഫെക്റ്റ് പോസിറ്റീവ് ഓർ ഇംപെർഫെക്റ്റ് നെഗറ്റീവ് നേച്ചർ. നമ്മൾ പെർഫെക്റ്റ് കോറിലേഷൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തുണ്ടാകും, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് അല്ലേ. അതായത് ഇംപെർഫെക്റ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് നെഗറ്റീവ് നേച്ചർ ഉള്ളതായിരിക്കും. അതായത് സെയിം ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ പോസിറ്റീവും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ നെഗറ്റീവുമായിരിക്കും. നെക്സ്റ്റ് ആണ് മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. എന്താണ് സ്കാറ്റർ ഡയഗ്രാം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു ഗ്രാഫിക് മെത്തേഡാണ് അല്ലേ. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. നോക്കിക്കേ എൻ്റെ മെറിറ്റ്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന്. Okay, scatter diagram is a simple method of ascertaining the nature of correlation between two variables. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ്റെ നേച്ചർ അസർട്ടൈൻ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ, ഇറ്റ് ഈസ് ആൻ അട്രാക്റ്റീവ് മെത്തേഡ്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു അട്രാക്റ്റീവ് മെത്തേഡാണ് അല്ലേ. ഫ്രം ദിസ് ഡയഗ്രാം അറ്റ് എ ഗ്ലാൻസ് വി ക്യാൻ നോൺ whether variables are correlated or not. ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും വേരിയബിൾസ് കോറിലേറ്റഡ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ദിസ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് കോറിലേഷൻ വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതായത് ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു കോറിലേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ അറിയാൻ സാധിക്കും അല്ലേ. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ വാല്യൂസ് ഓഫ് എക്സ്ട്രീം ഐറ്റംസ്. എക്സ്ട്രീം ഐറ്റംസിൻ്റെ വാല്യൂസ് ഒന്നും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നതല്ല. Next, okay, scatter diagram is an additional method to verify the conclusion drawn by mathematical methods. മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് വഴി നമുക്ക് ലഭിച്ച കൺക്ലൂഷൻ ഒന്നുകൂടി വെരിഫൈ ചെയ്യാനുള്ള ഒരു അഡീഷണൽ മെത്തേഡായിട്ട് നമുക്ക് എന്തിനെ കാണാം, സ്കാറ്റർ ഡയഗ്രത്തെ കാണാം അല്ലേ. Okay, it is easy to estimate the value of missing variables with references to a particular value of the other. അതായത് മറ്റൊരു വേരിയബിളിൻ്റെ വാല്യൂവിൻ്റെ റെഫറൻസസിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മിസ്സിംഗ് വേരിയബിൾസിൻ്റെ വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഒക്കെ ഡിമെറിറ്റ്സ് ആണ്. സ്കാറ്റർ ഡയഗ്രാംസിൻ്റെ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. സ്കാറ്റർ ഡയഗ്രാംസ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് കോറിലേഷൻ ബട്ട് നോട്ട് ദ ഡിഗ്രി ഓഫ് കോറിലേഷൻ. ഇത് നമുക്ക് കോറിലേഷൻ്റെ ഡയറക്ഷൻ തരുന്നുണ്ടല്ലോ, അതായത് ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ തരുന്നുണ്ട്, പക്ഷേ ആ ഒരു ഡിഗ്രി ഓഫ് കോറിലേഷൻ നമുക്ക് തരുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ സ്റ്റഡിങ് പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷനാണ്. അതായത് ഈ ഒരു സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ്റെ സ്റ്റഡിക്ക് ആപ്ലിക്കബിൾ അല്ല. എന്താണ് പാർഷ്യൽ മൾട്ടിപ്പിൾ എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. നെക്സ്റ്റ് ഓക്കെ, ഇറ്റ് ഗീവ്സ് ഓൺലി എ റഫ് ഐഡിയ അബൌട്ട് ദ നേച്ചർ ഓഫ് കോറിലേഷൻ. അതായത് കോറിലേഷൻ്റെ നേച്ചറിനെ സംബന്ധിച്ച് ഒരു റഫ് ഐഡിയ മാത്രമാണ് ഇത് തരുന്നത്. നെക്സ്റ്റ് മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ് ഓഫ് എ കോറിലേഷൻ ഗ്രാഫ്. നോക്കിക്കേ, ഈ ഒരു മെറിറ്റ്സിൽ വരുന്ന എന്തൊക്കെയാണ് പോയിന്റ്സ് നോക്കിക്കേ. ദിസ് മെത്തേഡ് ഈസ് സിമ്പിൾ ടു ഓപ്പറേറ്റ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് അല്ലേ, സിമ്പിളാണ് അല്ലേ. നെക്സ്റ്റ് ഓക്കെ, ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്റ്റഡിങ് ബോത്ത് സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ഈ ഒരു മെത്തേഡ് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സിമ്പിളും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കോറിലേഷനും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഇൻ ദ കേസ് ഓഫ് ടൈം സീരീസ്. ടൈം സീരീസിൻ്റെ കേസിൽ ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ് അല്ലേ.
നെക്സ്റ്റ് ഡിമെറിറ്റ്സ് ഓഫ് കോറിലേഷൻ ഗ്രാഫ് ആണ്. നോക്കിക്കേ, ദിസ് മെത്തേഡ് ഓൾസോ ഡസ് നോട്ട് റിവീൽ ദ ഡിഗ്രി ഓഫ് എ കോറിലേഷൻ. നമ്മൾ സ്കാറ്റർ ഡയഗ്രാമിൻ്റെ ഡിമെറിറ്റ്സ് പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ആണ്. അതായത് ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്ത് ചെയ്യുന്നില്ല, റിവീൽ ചെയ്യുന്നില്ല, ഓൺലി നേച്ചർ മാത്രമേ ഇത് തരുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, ഇറ്റ് ഓൾസോ ഗീവ്സ് ഓൺലി എ റഫ് ഐഡിയ അബൌട്ട് ദ നേച്ചർ ഓഫ് കോറിലേഷൻ. അതായത് കോറിലേഷൻ്റെ നേച്ചറിനെ പറ്റി ഒരു റഫ് ഐഡിയ മാത്രമേ ഇത് തരുന്നുള്ളൂ. നെക്സ്റ്റ് നോക്കിക്കേ, അതുകൊണ്ട് തന്നെ എന്താണ്, therefore definite conclusion cannot be drawn. അതുകൊണ്ട് തന്നെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ നമുക്ക് കാണാൻ കഴിയുകയില്ല. നെക്സ്റ്റ് ഓക്കെ, ദിസ് മെത്തേഡ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി വെൻ ദ ഡേറ്റ റിലേറ്റിംഗ് ടു ദ വേരിയബിൾസ് ഹാവ് എ കോമൺ ബേസ് സച്ച് ആസ് ഇയർ ഓർ എ പ്ലേസ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും മാത്രമാണ് ഈ ഒരു വേരിയബിൾസിനെ സംബന്ധിക്കുന്ന ഡേറ്റയ്ക്ക് ഒരു കോമൺ ബേസ് ഉണ്ടായെങ്കിൽ, അതായത് ഇയർ, പ്ലേസ് പോലെയുള്ള ഒരു കോമൺ ബേസ് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ഒരു കോറിലേഷൻ ഗ്രാഫ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് എ കോറിലേഷൻ. നോക്കിക്കേ, ഇറ്റ് ഈസ് ആൻ ഐഡിയൽ മെഷർ ഓഫ് കോറിലേഷൻ ആസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് ഈ ഒരു കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മീനെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ബേസ് ചെയ്തതായതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരു ഐഡിയൽ മെഷർ ആണ് അല്ലേ. നെക്സ്റ്റ് ഓക്കെ, ബൈ ദിസ് മെത്തേഡ് ദ ഡയറക്ഷൻ ഓഫ് കോറിലേഷൻ ഇസ് ഡിറ്റർമൈൻഡ് വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമ്മൾ സ്കാറ്റർ ഡയഗ്രാം ഒക്കെ പഠിച്ചപ്പോഴും അതിൻ്റെ ആ ഒരു മെറിറ്റിൽ പറഞ്ഞൊരു കാര്യമാണ് അല്ലേ. അതായത് ഈ ഒരു ഇതെന്താണ്, ഡയറക്ഷൻ, കോറിലേഷൻ്റെ ഡയറക്ഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അല്ലേ. അത് പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാൻ ഈ ഒരു മെത്തേഡ് കൊണ്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഓക്കെ, ബൈ ദിസ് മെത്തേഡ് ഇറ്റ് ബിക്കംസ് പോസിബിൾ ടു മെഷർ കോറിലേഷൻ ക്വാണ്ടിറ്റേറ്റീവ്ലി. ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ലൈസ് ഇൻ ബിറ്റ്വീൻ +1 ആൻഡ് -1. ഇറ്റ് ഗീവ്സ് നോളജ് അബൌട്ട് നേച്ചർ ഓഫ് ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പ്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് കോറിലേഷൻ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ സാധിക്കും അല്ലേ. അതായത് ഈ ഒരു കോറിലേഷൻ്റെ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും +1ൻ്റെയും -1ൻ്റെയും ഇടയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് ആ ഒരു എന്താണ് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ബന്ധത്തിൻ്റെ എന്താണ് നേച്ചറും ഡിഗ്രിയും ഒക്കെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ യൂണിറ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. അതായത് എക്സിൻ്റെയും വൈയുടെയും യൂണിറ്റിൽ നിന്ന് ഇതെന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. അതുപോലെ തന്നെയാണ് നോക്കിക്കേ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. അതായത് ഒറിജിൻ്റെയും സ്കെയിലിൻ്റെയും ചേഞ്ചിൽ നിന്നും ഇതെന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദ ഒബ്സർവേഷൻ. ഈ ഒരു കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്തിനെ ബേസ് ചെയ്താണ്, എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്താണ് അല്ലേ. ഇറ്റ് ഡസ് നോട്ട് ടെൽ എനിത്തിങ് അബൌട്ട് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിനെ പറ്റി ഒന്നും ഇത് പറയുന്നില്ല അല്ലേ. ഇറ്റ് റിക്വയർസ് സം ഇൻ്റർപ്രിട്ടേഷൻസ്. ഇതിൽ നമുക്ക് ചില ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ ആവശ്യമാണ്. കാൾ പിയേഴ്സൺസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ കോവേരിയൻസ്. കോവേരിയൻസിനെ ബേസ് ചെയ്താണ് ഈ ഒരു കാൾ പിയേഴ്സൺസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്.